ഒരാഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ ചുണ്ട് ഈ ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. നല്ലതുപോലെ ഡ്രൈ ആയി ഡാർക്കർ കളറായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് നൗ ഇപ്പോൾ എൻ്റെ ചുണ്ട് ഈ ഒരു രീതിയിലാണ് ഉള്ളത്. സോ എത്രത്തോളം മാറ്റമുണ്ടെന്ന് ഈ ഒരു 2 പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ലിപ് കളർ ഇൻക്രീസ് ചെയ്തു, അതുപോലെ തന്നെ ഡ്രൈനെസ് മാറ്റിയെടുത്തു. സോ ഇത് നിങ്ങൾക്കും സിമ്പിളായിട്ട് അച്ചീവ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് കീഴാണ് പറയുന്നത്, ലിപ് കളർ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ ലിപ് കെയറിന് വേണ്ടിയിട്ടും. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക. എങ്കിലേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വർക്ക് ആവുകയുള്ളൂ. സോ ഞാൻ ഈ ഒരു വീഡിയോയിൽ എനിക്ക് വർക്കായ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇത് നിങ്ങൾക്കും ഫോളോ ചെയ്യാവുന്നതാണ്. 100% റിസൾട്ട് കിട്ടുന്നതാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. ലിപ് കളറിനും കെയറിനും വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട മെത്തേഡാണ് കോക്കനട്ട് ഓയിൽ സ്ക്രബിങ്. അതായത് 1/2 സ്പൂണോളം കോക്കനട്ട് ഓയിൽ എടുത്ത ശേഷം ബ്രഷിൽ മുക്കി ലിപ്പിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ആൻഡ് കോക്കനട്ട് ഓയിൽ എടുക്കുന്ന സമയത്ത് പ്യുവർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കുക. പാചകത്തിന് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ എടുക്കരുത്, കാരണം അത് പ്യുവർ അല്ല. സോ നാടൻ വെളിച്ചെണ്ണ തന്നെ എടുക്കുക. എന്നിട്ട് ലിപ്പിന്റെ എല്ലാ ഭാഗത്തും പതിയെ സർക്കുലർ മോഷനിൽ ഒരു 5 to 10 മിനിറ്റ്സ് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ചുണ്ടിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഡെഡ് സ്കിൻസ് എല്ലാം പോയി ഡ്രൈനെസ് മാറ്റി ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇതുവഴി ലിപ്പ് കൂടുതൽ ഇംപ്രൂവ് ആകും. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 6 മിനിറ്റ് മാത്രം ചെയ്താൽ മതിയാകും. ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത് നോക്കുകയാണെങ്കിൽ രാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സോ ഡെഡ് സ്കിൻസ് എല്ലാം പോകാനും അതുപോലെ തന്നെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഒരുപാട് നേരം യൂസ് ചെയ്യേണ്ട, അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ ദിവസവും യൂസ് ചെയ്യരുത്. പകരം ആഴ്ചയിൽ 1-2 തവണ മാത്രം ഇങ്ങനെ ചെയ്യുക. സോ അതുകൊണ്ട് വീക്ക്ലി 2 times or 3 times കോക്കനട്ട് ഓയിൽ വെച്ച് സ്ക്രബ് ചെയ്യുക. ആൻഡ് രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് ലിപ് കളർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ്. അത് മറ്റൊന്നുമല്ല, എക്സ്ഫോളിയേഷൻ ആണ്. എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് വഴി ചുണ്ടിലായിട്ട് കാണപ്പെടുന്ന കറുപ്പ് മാറാനായിട്ട് സാധിക്കും. ആൻഡ് 2 ബെസ്റ്റ് എക്സ്ഫോളിയേഷൻ പാക്കുകൾ പറയാം. ഒന്നാമത്തേത് കുറച്ച് പഞ്ചസാരയിലേക്ക് ശകലം ഒലീവ് ഓയിൽ അപ്ലൈ ചെയ്ത ശേഷം മിക്സ് ചെയ്ത് ചുണ്ടിൽ അപ്ലൈ ചെയ്ത് 5 to 4 മിനിറ്റ്സ് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുക. ഇതുവഴി ചുണ്ടിൽ വന്നിട്ടുള്ള ആ ഒരു കറുത്ത നിറം നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ആൻഡ് രണ്ടാമത്തെ പാക്ക് ഒരു 1/2 പീസ് നാരങ്ങ എടുത്ത ശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ശകലം കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത് ചുണ്ടിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല എഫക്റ്റീവ് ആണ്. അതുപോലെ ഞാൻ യൂസ് ചെയ്തത് ഈ ഒരു പാക്കാണ്. നാരങ്ങ യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ആദ്യം പറഞ്ഞ പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് രണ്ടും അടിപൊളി എക്സ്ഫോളിയേഷൻ പാക്കുകളാണ്. പക്ഷെ രണ്ടാമത് പറഞ്ഞത് കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് തരും. ആൻഡ് ഇതൊരു 5 മിനിറ്റ് മാത്രം യൂസ് ആക്കിയാൽ മതിയാകും. എത്ര തവണ എക്സ്ഫോളിയേറ്റ് ചെയ്യണമെന്ന് നോക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു 2-3 ദിവസം മാത്രം ചെയ്താൽ മതിയാകും. ആൻഡ് ഞാനൊരു കാര്യം എടുത്തു പറയാം, എക്സ്ഫോളിയേഷൻ നല്ല രീതിയിൽ തന്നെ കളർ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് യൂസ് ആക്കി ഉടനെ തന്നെ ലിപ് കളർ വെക്കുന്നതായിട്ട് കാണാം. പക്ഷെ അത് പെർമനന്റ് അല്ല. പെർമനന്റ് ആവണമെന്നുണ്ടെങ്കിൽ വീക്ക്ലി 3 times എക്സ്ഫോളിയേറ്റ് ചെയ്യണം. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ഈ 2 കാര്യങ്ങൾ ചെയ്യുന്നത് വഴി തന്നെ ലിപ്പിന് നല്ല രീതിയിൽ റിസൾട്ട് കാണാനായിട്ട് സാധിക്കും. അതായത് ലിപ്പിലെ ഡ്രൈനെസ് എല്ലാം മാറ്റി നല്ലൊരു കളർ വെക്കുന്നതായിട്ട് കാണാം. ആൻഡ് ഇനി ഞാൻ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. ആൻഡ് ഇതിൽ അവസാനത്തെ പോയിന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തേതാണ് ലിപ് ബാം. നിങ്ങൾ നല്ല രീതിയിൽ സൺ എക്സ്പോഷർ കൊള്ളുന്നുണ്ടെങ്കിൽ ലിപ് ബാം യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഓവർ സൺ എക്സ്പോഷർ ലിപ്പിനെ കൂടുതൽ ഡാർക്കർ ആക്കും. സോ അത് മാറ്റാനായിട്ട് SPF വരുന്ന ഒരു ലിപ് ബാം യൂസ് ചെയ്യാവുന്നതാണ്. ഇതുവഴി ലിപ്പിനെ സൺ എക്സ്പോഷറിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതോടൊപ്പം ലിപ് ഡ്രൈ ആവാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. ആൻഡ് രണ്ടാമതായിട്ട് നൈറ്റ് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് കുറച്ച് വാസലിൻ ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. ഇത് ലിപ്പ് മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കുന്നത് വഴി ലിപ്പ് കൂടുതൽ ഡ്രൈ ആകില്ല. കാരണം നമ്മുടെ ലിപ്പ് വളരെയധികം സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ലിപ്പ് ഡ്രൈ ആയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മുഖത്ത് ചെറിയ ചെറിയ പോഴ്സുകൾ ഉള്ളതുകൊണ്ട് തന്നെ അതിൽ ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മുഖം അത്രയ്ക്ക് അങ്ങ് ഡ്രൈ ആവാതെ ഈർപ്പം കൊടുക്കും. പക്ഷെ നമ്മുടെ ചുണ്ടിൽ സ്കിന്നിലുള്ളത് പോലെ ചെറിയ ചെറിയ പോഴ്സോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആവുകയും ഡാർക്ക് ആവുകയും ചെയ്യും. സോ അതുകൊണ്ട് ശകലം വാസലിൻ അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. ഇതുവഴി ലിപ്പ് കൂടുതൽ മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ് ഹൈഡ്രേഷൻ. നിങ്ങൾ നല്ലതുപോലെ വെള്ളം കുടിച്ചില്ലെങ്കിൽ ലിപ്പ് ഡാർക്ക് ആവും. ആൻഡ് സ്മോക്കിംഗ്, ഹാൻഡ്, സ്കൂൾ ലിപ്പ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടും ഡാർക്ക് ആവും. അതുപോലെ ഓവർ സൺ എക്സ്പോഷർ കൊണ്ടുണ്ടെങ്കിലും ഡാർക്ക് ആവും. സോ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ 3 പോയിന്റ് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാർക്കർ ആവാതെ നോക്കാനായിട്ട് സാധിക്കും. സോ അതുപോലെ ലിപ് കെയറിന് വേണ്ടിയിട്ട് ലിപ് ബാമും വാസലിനും യൂസ് ചെയ്യുക. സോ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇരുന്ന് ലിപ്പ് ഇതുപോലെ ആകാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് അഡീഷണൽ ആയിട്ടൊരു ടിപ്പ് കൂടി പറയാം. ഇടയ്ക്കിടയ്ക്കൊക്കെ ലിപ്പ് ഒന്ന് ഉമിനീര് കൊണ്ട് നനച്ചു കൊടുക്കുക. ഇതുപോലെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്യുക. ആൻഡ് ഇങ്ങനെ ചെയ്യുന്നത് വഴി ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ആക്കാനും അതുപോലെ തന്നെ കളർ ഇൻക്രീസ് ചെയ്യാനും ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇതുപോലത്തെ മോർ മെൻസ് ഗ്ലോ അപ്പ് റിലേറ്റഡ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.